നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ജെ ചിത്തരഞ്ജൻ ദിനത്തോടനുബന്ധിച്ച് AITUC തൃശൂർ ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങളായ വീൽചെയറുകൾ, കിടക്കവിരികൾ, പില്ലോ കവറുകൾ എന്നിവ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി TK സുധീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശുപത്രി സ്റ്റാഫ് കൗൺസിൽ അംഗം ഡോക്ടർ അരുൺ KF, നഴ്സിംഗ് സൂപ്രണ്ട് TA ലത, നഴ്സിംഗ് ഓഫീസർ KT പ്രീതി, അജിത് എന്നിവർ ആശുപത്രി ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. P മണി, NK ഉദയപ്രകാശ്, AR റസിൽ, KV രാമകൃഷ്ണൻ, KS പ്രസാദ്, മോഹനൻ വലിയാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ശിവൻ സ്വാഗതവും ജില്ലാ ജനറൽ കൗൺസിൽ അംഗം വർദ്ധനൻ പുളിക്കൽ നന്ദിയും പറഞ്ഞു. ആശുപത്രികളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, വിരികളെല്ലാം നൽകി സഹായിക്കുക എന്നുള്ള ഒരു കടമയാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ അത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്കാണ് നൽകിയത്. ഈ വർഷം ഇരിഞ്ഞാലക്കുടയിലെ ജനറൽ ആശുപത്രിയായിട്ടുള്ള ഇവിടെ വെച്ച് തന്നെ നടത്താൻ ഞങ്ങൾ ആലോചിക്കുകയും അതിനുള്ള വേദി നിങ്ങളെല്ലാവരും ഒരുക്കി തരികയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയെ സർക്കാർ മാത്രമല്ല ജനങ്ങളെല്ലാവരും സശ്രദ്ധം വീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല രാജ്യത്തും ലോകത്തും നമ്മുടെ കേരളത്തിലെ ആരോഗ്യ പരിപാലന സംവിധാനത്തെയും അതിന്റെ ശ്രമഫലമായുണ്ടായ ആയുർദൈർഘ്യത്തെയും എല്ലാം വിസ്മയത്തോടു കൂടി കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ലോക നിലവാരത്തിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ആരോഗ്യ പരിപാലന സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കുടുംബാരോഗ്യ സംവിധാനവും പ്രാഥമിക ഡിസ്പെൻസറികളും താലൂക്ക് ആശുപത്രികളും ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും അങ്ങനെ തട്ടുതട്ടായിട്ടുള്ള ആരോഗ്യ പരിപാലന സംവിധാനത്തിന്റെ മികവുറ്റ പ്രവർത്തനം കൊണ്ടാണ്. ഇരിങ്ങാലക്കുട മൈതാനം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോകകപ്പ് ഫുട്ബോൾ പ്രദർശനം പ്രിയ ഹാളിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. AT വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ മുഖ്യാതിഥിയായിരുന്നു. മുൻകാല സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരങ്ങളായ MV ജോഷി, AC ജോൺസൺ, PV വാസു, MD ജേക്കബ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് PJ തോമസ് സ്വാഗതവും ജസ്റ്റിൻ ജോൺ നന്ദിയും പറഞ്ഞു. ഈ വർഷത്തെ ടൂർണമെന്റ് ഇന്നലെ തുടങ്ങിയിട്ട് നമ്മളൊരു സ്ക്രീനാണ് ഇന്ന് പ്രിയാമണിയിൽ കാണിക്കുന്നത്. അതിലൂടെ കടന്നു വന്നപ്പോൾ എൻ്റെ ഓർമ്മ പഴയകാലത്തേക്ക് നമ്മുടെ എനിക്കും വാസും ജോൺസണും AT വർഗീസുമൊക്കെ നിർവഹിക്കുമ്പോൾ നിർവഹിക്കുമ്പോൾ പഴയകാലത്തെ വെർഗീസ് സ്പോർട്ടിംഗ് ക്ലബിൻ്റെ സ്മരണയും കുട്ടികളെ പാൽവെള്ളവും കോഴിമുട്ടയ്ക്ക് കൊടുത്ത് നാട്ടിൽ ഇന്ന് ആരെങ്കിലും ഒരാള് ഈ നാട്ടിലേക്ക് തയ്യാറായിട്ടില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ ദിവസവും രാവിലെ ജീവിതത്തിലുള്ള പാലും കോഴിമുട്ടയും കുട്ടികളെ തന്നെ കോച്ചുകളെ കൊണ്ടുകൊണ്ട് ഇവിടെ കോച്ചിങ് കൊടുത്ത് ഒരു ക്ലബിനെ കൊണ്ടു നടന്ന് A ഡിവിഷൻ ലീഗ് വിൻ ചെയ്തു. തൃശ്ശൂർ ജില്ലാ ലീഗ് വിൻ ചെയ്തു. ആ ലീഗ് വിൻ ചെയ്ത് സർവീസ് സ്പോർട്ടിൽ അവസാനിക്കുന്ന വരെ ക്രൈസ്റ്റ് കോളേജിൽ അത് അഫിലിയേഷൻ KFA കൊടുത്തിരിക്കുകയാണ്. അന്ന് ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചപ്പോൾ 18 ദിവസം സാറിന് നോക്കി അഫിലിയേഷൻ കിട്ടുക KFA അഫിലിയേഷൻ കൊടുത്ത കാരണം അഫിലിയേഷൻ കൊടുത്ത സർവീസ് സ്പോർട്ടിൽ താരങ്ങളുണ്ടാവില്ല, കളിക്കാരുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ നല്ല നിലയിൽ നമ്മൾ കൊണ്ടുപോകുന്നത് ഈ
കഴിഞ്ഞ വർഷമാണ് അതൊന്ന് പുനരുജ്ജീവിക്കാനായിട്ട് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് ലഹരിക്കെതിരെ 1 മില്യൺ തൂഫാൻ ഗോളുകൾ എന്ന പരിപാടി മുൻ സന്തോഷ് ട്രോഫി താരവും റിട്ടയേർഡ് ഡിവൈഎസ്പിയുമായ CP അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ MK മുരളി, PTA പ്രസിഡന്റ് V. ഭക്തവത്സലൻ, മുൻ കായികാധ്യാപകൻ ലാലു കോട്ടൂരാൻ, NSS പ്രോഗ്രാം ഓഫീസർ NV വിനുകുമാർ, NSS വളണ്ടിയർ AA പാർവതി ദയ എന്നിവർ പ്രസംഗിച്ചു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിൽ തുളുമ്പി വരുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന സമയം. കാരണം ഒരു 10-40 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ഈ തൊട്ട് താഴെ ആയിരുന്നു. അന്ന് ആ 9ാം ക്ലാസ്സിൽ അവിടെ ഈ ജനലിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുക. അതേപോലെ തന്നെ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അത് അഷറഫ് മാഷ ക്ലാസ് അതിൻ്റെ അപ്പുറത്തും 2 പ്രാവശ്യം ഈ ഗ്രൗണ്ടിൻ്റെ ഓരത്തിരുന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്നെല്ലാം ഞാൻ ക്ലാസ്സിൽ സീറ്റ് പിടിക്കുന്നത് ഗ്രൗണ്ടിൻ്റെ അവിടെ ഈ ജലൻ്റെ അടുത്താണ്. കാരണം കളി കാണാം, ആൾക്കാർ കളിക്കുന്നത് കാണാം, എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാർ കളിക്കുന്നതും. അന്ന് PT പീരീഡ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് കളി കാണാൻ ഗ്രൗണ്ടിലേക്ക് എപ്പോഴും നോക്കിയിരിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചത് എനിക്ക് വലിയൊരു കളിക്കാരനാകണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഞാൻ അന്ന് ചെയ്തിരുന്നത്. പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു ഞാൻ. പക്ഷേ കളിയിൽ എനിക്ക് ഉന്നതിയിൽ എത്തണമെന്നുള്ളൊരു ദൃഢനിശ്ചയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് തൊട്ടേ ഞാൻ ഈ കളിയോടുള്ള സ്നേഹവും അതേപോലെ തന്നെ ഈ ലാലു മാഷ് എന്നെ പറ്റി പറഞ്ഞിരുന്നു. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല കേട്ടോ എന്നിരുന്ന ഇതായിട്ട്. അപ്പോൾ കളിക്കാനായിട്ട് അത്രയധികം ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അന്ന് ഞാൻ എൻ്റെ SLC കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ സീറ്റിന് വേണ്ടി പോയി. നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച തൂഫാൻ ഗോൾ മത്സരം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെച്ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീഷ്മ സലീഷ്, പ്രിൻസിപ്പൽ പ്രീതി MK, രാധിക CS, ഓമന VC എന്നിവർ പങ്കെടുത്തു. മനുഷ്യനെ സ്നേഹിക്കാനുള്ള ഒരുമയുടെ സന്ദേശം എല്ലാ കുട്ടികളും ഓരോ ഗോളടിച്ച് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.